അതിനകത്തൊരു അത് വളരെ ഒരു ഫൈൻ ലൈനാണത് കണ്ടെത്താനായിട്ട്. അതിൻ്റെ ജെനുവിനിറ്റി കണ്ടെത്തുക എന്നുള്ളൊരു വലിയൊരു ഫൈൻ ലൈനാണ്. സപ്പോസ് ഞാനെപ്പോഴും പറയാറുണ്ട്, പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച്, നിങ്ങളുടെ മുമ്പിൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ കമ്പനിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളോ വന്ന് ഓഫർ ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാമെന്നുള്ളതാണെങ്കിൽ ആ പരിപാടിക്ക് പോകാതിരിക്കുക. ഓക്കെ. അതേസമയം അവർ ഓഫർ ചെയ്യുന്നത് അവരുടെ കമ്പനിയുടെ എന്തെങ്കിലും യുണീക്കായിട്ടുള്ള എന്തെങ്കിലും വാല്യൂസോ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചോ യുണീക്കായിട്ടുള്ള പ്രപ്പോസിഷൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതിനെക്കുറിച്ചോ ആണെങ്കിൽ ദെൻ യു ക്യാൻ തിങ്ക് അബൌട്ട് ഹൗ മച്ച് മണി ഐ ക്യാൻ മേക്ക്. ഓക്കെ. കാരണം വാല്യൂ ഡെലിവർ ചെയ്യാൻ പറ്റാത്ത ഒന്നിനും ലോങ് ടേമിൽ ഇൻകം അല്ലെങ്കിൽ പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പലരും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. മണി ചെയിൻ സ്കീമുകൾ, ഇപ്പം പലരും മണി ചെയിൻ എന്ന് പറയാറില്ല, അത് മൾട്ടി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കീമുകളെ നോക്കിയാൽ വാട്ട് വാല്യൂ യു ആർ ഡിറൈവിങ്. നിങ്ങൾ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് കുറച്ച് ആൾക്കാർക്ക് കാശ് കിട്ടി എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിങ്ങൾ എന്ത് വാല്യൂ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ സാധിച്ചു, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള ബിസിനസ്സോ പ്രോജക്റ്റുകളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ you should check what kind of products and services you are selling. Okay. ഇത് ഡയറക്റ്റ് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നോ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. there should be something to sell. ഈ ആളിനെ ചേർക്കുക എന്നുള്ളതല്ല പണി, സെൽ, അത് മണി ചെയിനാണ് ആളിനെ ചേർക്കുന്നത്. സോ വാട്ട് കൈൻഡ് ഓഫ് വാല്യൂ അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് പ്രപ്പോസിഷൻ യു ക്യാൻ ആക്ച്വലി ഓഫർ ടു ദ മാർക്കറ്റ്, ആൻഡ് വെദർ ഈ പറയുന്ന യുണീക്ക്നെസ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനോ സർവീസിനോ ഒരു യുണീക്ക്നെസ് ഇതിനകത്തുണ്ടോ. കാരണം എപ്പോഴും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോഡൽ ഉണ്ടായത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേറ്റീവ് മോഡൽ ഓഫ് സെല്ലിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ. അതായത് എനിക്ക് ഒരാൾക്കൊരു സാധനം വിൽക്കണമെന്നുണ്ടെങ്കിൽ അയാളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ആ പ്രോഡക്റ്റ് കൊടുക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അവിടെയാണ് ഈ മോഡൽ വന്നത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു വാല്യൂ പ്രപ്പോസിഷൻ അതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. അല്ലാതെ വെറും ഈ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ, നിങ്ങൾ ഇത്ര രൂപ മുടക്കുക, നിങ്ങൾ കുറച്ച് പേരെ കൊണ്ട് മുടക്കി അതിൽ നിങ്ങൾക്ക് കാശുണ്ടാക്കാം, ഇത് ലാസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് നാൾ കൊണ്ട് പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കാൻ പറ്റുന്ന വരും, പക്ഷേ ചിലപ്പം ആ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോയി ചാടിയെന്നും വരും. സോ സാർ, അപ്പം ഈ MLM ഇതൊരു കരിയർ ആയിട്ട് ഇപ്പം ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ ചൂസ് ചെയ്യാൻ സാർ അത് പ്രിഫർ ചെയ്യുമോ? തീർച്ചയായിട്ടും. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊരു കോമ്പൻസേഷൻ സ്ട്രക്ചറാണ്. ബിസിനസ് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ വന്നുകൊണ്ട് മാത്രമാണ് എനിക്കൊരു ആൻട്രപ്രന്യൂർ ആവാൻ പറ്റിയത്. കാരണം അതിനകത്ത് വന്ന ശേഷം അതിൽ കിട്ടിയ ട്രെയിനിങ്ങുകൾ, അതിലൂടെ നമ്മളുടെ ഈ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കുറേ മടി മാറി കിട്ടുക, അങ്ങനെ ഒത്തിരി സ്കില്ലുകൾ നമ്മൾ അതിൽ നിന്ന്, ലീഡർഷിപ്പ് സ്കിൽ, കാരണം ഒത്തിരി അധികം ആൾക്കാരെ ലീഡ് ചെയ്യണം. സോ ലീഡർഷിപ്പ് സ്കിൽ, ഇതെല്ലാം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അതിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഒരു ശരിയായിട്ടുള്ള ജെനുവിൻ കമ്പനികളുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എൻ എക്സലൻറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി. എസ്പെഷ്യലി ഈ ഒരു പീരീഡിൽ എസ്പെഷ്യലി ആൾക്കാർക്ക് ജോബ് നഷ്ടപ്പെടുന്നു, സെക്യൂരിറ്റി കുറയുന്നു. ഈവൻ ട്രഡീഷണൽ ബിസിനസ്സിലുള്ള ആൾക്കാരോട് പോലും ഞാൻ പറയാറുണ്ട്, ഒരു പാരലൽ സ്ട്രീം ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നല്ലൊരു നെറ്റ്വർക്ക്, നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സെയിൽസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും അഭികാമ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള മോഡലിന് ഇനിയുള്ള കാലത്ത് പ്രസക്തി വളരെ കൂടുതലായിരിക്കും.